കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും 10 വർഷം MLAയുമാകാൻ ഭാഗ്യം ലഭിച്ച വനിതാ രത്നമാണ് വീണ ജോർജ്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രി എന്ന റെക്കോർഡ് സ്ഥാപിച്ചാണ് വീണ ജോർജ് പടിയിറങ്ങുന്നത്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ശസ്ത്രക്രിയ കഴിയുന്ന രോഗികളുടെ വയറ്റിൽ കത്രിക വെച്ച് പൂട്ടിക്കെട്ടുക. ഓർമ്മയുണ്ടല്ലോ, മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാൻ. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് രോഗിയും കൂട്ടിരിപ്പുകാരും മരിക്കുക. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പൊട്ടിത്തെറിച്ച് ശസ്ത്രക്രിയ എന്ന ഡോക്ടർ പണി നിർത്തി പോവുക. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മരുന്ന് കിട്ടാനില്ലാത്തതുകൊണ്ട് രോഗികൾ മരിക്കുക. ഇത് ഒരുപാടുണ്ടല്ലോടാ. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ലട്ടാ, അതിലും കൂടി എന്തായിട്ടാണ് തുടങ്ങിയ അനേകം റെക്കോർഡുകൾ വീണ ജോർജിന്റെ ഭരണകാലത്ത് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ആ വീണ ജോർജിനെ പടിയിറങ്ങും മുമ്പ് ഒരു സുവർണ കിരീടം കൂടി സ്വന്തമായിരിക്കുന്നു. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് മന്ത്രി വീണ ജോർജിന് കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഗർഭപാത്രം സൗജന്യമായി സമ്മാനം കൊടുത്തിരിക്കുന്ന റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മാറ്റവും ഇല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 24 വയസ്സുള്ള ഒരു പുരുഷനെ ഒരൊറ്റ സ്കാനിങ്ങിലൂടെ ഗർഭപാത്രം കൊടുക്കാൻ ഈ വീണ ജോർജിന്റെ കീഴിലുള്ള ഡോക്ടർമാർക്കും ആശുപത്രിക്കുമല്ലാതെ മറ്റാർക്ക് കഴിയും? ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി.